ഹലോ ഫ്രണ്ട്സ്, KICP സബ് എഞ്ചിനീയറുടെ പുതിയ ബാച്ച് ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലൈവ് ഓൺലൈൻ ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ്, അതുപോലെ 2000+ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്രയും ഓഫേഴ്സ് നിങ്ങൾക്ക് വളരെ ചെറിയൊരു ഫീക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. സോ താല്പര്യമുള്ളവർ വിളിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ടെസ്റ്റിംഗ് ഓഫ് DC മെഷീൻസ്. അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ലോഡ് ടെസ്റ്റ് ഓർ ബ്രേക്ക് ടെസ്റ്റ്. ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടറിന്റെ പുള്ളിയിൽ നമ്മൾ ലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളവിടെ പുള്ളി വാട്ടർ കൂൾ ചെയ്യണം, കാരണം അത് ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദ ബ്രേക്ക് ഈസ് ഫിക്സഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വുഡൻ ബ്ലോക്സ് ഗ്രിപ്പിംഗ് ദ പുള്ളി. അപ്പോൾ ഇവിടെ ആ പുള്ളി കൂടെയാണ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ W1 കാണിച്ചിട്ടുള്ളത്, അതാണ് വെയിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഒരു എൻഡിൽ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് കണക്ട് ചെയ്തേക്കാണ് via spring. The motor is running and the load on the motor is adjusted till it carries its full load current. അപ്പോൾ മോട്ടറിന്റെ ഫുൾ ലോഡ് കറണ്ട് എത്രയാണോ ആ കറണ്ട് ഫ്ലോ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യാം. ഇതാണ് ലോഡ് ടെസ്റ്റിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ലോഡ് ചെയ്യുക. ആൻഡ് കറസ്പോണ്ടിങ് നമ്മൾ ഇവിടെ രണ്ട് സ്പ്രിംഗ് ബാലൻസ് റീഡിങ് നമ്മൾ നോട്ട് ചെയ്യും, S1 ആൻഡ് S2. ആൻഡ് ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ നമ്മൾ ഇൻപുട്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് അവിടുത്തെ കറണ്ട് ഇൻപുട്ട് കറണ്ട് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ അവിടെ ഒരു അമ്മീറ്ററും വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഫീൽഡ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ആൻഡ് ദിസ് ഈസ് ദ ആർമേച്ചർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വേഷൻസ്. മോട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒമേഗ TSH ഷാഫ്റ്റ് ടോർക്ക്. അതിൻ്റെ ഇക്വേഷൻ 2πn/60 9.81 into S1 minus S2 into R watts. ഇതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആൻഡ് മോട്ടർ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് കൊടുക്കുന്നത്. സോ VI വാട്ട്സ്, അതാണ് മോട്ടർ ഇൻപുട്ട്. എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാം ലോഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. നെക്സ്റ്റ് ടെസ്റ്റ് സ്വിൻബേൺസ് ടെസ്റ്റ്. സ്വിൻബേൺസ് ടെസ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് വോൾട്ടേജും കറണ്ട് മെഷർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വോൾട്ട് മീറ്ററും അമ്മീറ്ററും. ആൻഡ് ഫീൽഡ് കറണ്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഈ സെക്കൻഡ് അമ്മീറ്റർ. ആൻഡ് ആർമേച്ചർ കറണ്ട് മെഷർ ചെയ്യാനാണ് നമുക്ക് ഈ ഒരു തേർഡ് അമ്മീറ്റർ. അപ്പോൾ ഇവിടെ IAO എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട് ഇസ് ഈക്വൽ ടു എന്ത് വരിക, നമ്മൾ കൊടുത്ത ഇൻപുട്ട് കറണ്ട് മൈനസ് ഫീൽഡ് കറണ്ട് I0 മൈനസ് ISH. ഈ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസസും എഫിഷ്യൻസിയും ടെമ്പറേച്ചർ റൈസും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ ലോസസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്തിട്ട് നമുക്ക് എഫിഷ്യൻസി ഏത് ലോഡിൽ ഡിസൈഡ് ലോഡിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ ടെസ്റ്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോ ലോഡ് ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് VI0. ഇനി നമ്മൾ മെഷീൻ നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന പവർ ലോസസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ ലോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ലോസ് ഇൻ ദ കോർ, അതുപോലെ ഫ്രിക്ഷൻ ലോസ്, അത് ബെയറിങ്സിലും കമ്മ്യൂട്ടേറ്റേഴ്സിലും, പിന്നെ വിൻറ്റേജ് ലോസ് ആൻഡ് ആർമേച്ചർ കോപ്പർ ലോസ് അറ്റ് നോ ലോഡ്. ഇത്രയാണ് നമുക്ക് നോ ലോഡ് ലോസസ് വരുന്നത്. അതിൽ ആർമേച്ചർ കോപ്പർ ലോസ് എന്ന് പറയുന്നത് കൂടുതലും ലോഡ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക, കുറച്ച് മാത്രമാണ് നോ ലോഡിൽ ഉണ്ടാവുള്ളൂ. ഇനി മെഷീൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പർ ലോസ് ഇൻക്രീസ് ആവും. കോപ്പർ ലോസ് ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ റൈസ് ഉണ്ടായിരിക്കും വൈൻഡിങ്ങിൽ, ആർമേച്ചർ വൈൻഡിങ്ങിലും ഫീൽഡ് വൈൻഡിങ്ങിലും. അത് മെഷീൻ ലോഡ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെയാണ് അവിടെ I2R ലോസ് കൂടുന്നത്. കോൺസ്റ്റന്റ് ലോസസ് എന്ന് പറയുന്നത് നോ ലോഡ് ഇൻപുട്ട് മൈനസ് നോ ലോഡ് ആർമേച്ചർ കോപ്പർ ലോസ്. മോട്ടർ ഇൻപുട്ട് is equal to input voltage into input current VI. Armature copper loss is equal to IA square into RA. And IA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I minus ISH ആണ്. So I minus ISH whole square into RA. And constant loss is given by PC. ഇപ്പോൾ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ് പ്ലസ്
copper loss ആണ്. So I minus ISH whole square RA plus PC. And efficiency is equal to output by input. Output എന്ന് പറയുന്നത് input minus losses ആണ്. So VI minus I minus ISH square RA plus PC. And motor input എന്ന് പറയുന്നത് VI. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് എഫിഷ്യൻസി. നമ്മൾ മുമ്പ് നോക്കിയിരുന്ന ഇക്വേഷൻ നമ്മൾ മെഷീൻ മോട്ടറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ ഉള്ളതായിരുന്നു. ഇനി നമുക്ക് മെഷീൻ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ വരും നോക്കാം. അപ്പോൾ അവിടെ ആർമച്ചർ കറണ്ട് എന്ന് പറയുന്നത് IAO is equal to I0 plus ISH വരും. ആൻഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത് പവർ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് V into I. ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പ്ലസ് ലോസസ്. So VI plus I plus ISH whole square RA plus PC. PC എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലോസ്. ആൻഡ് ഈ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. അതാണ് ദ പവർ റിക്വയർഡ് ടു ടെസ്റ്റ് ലാർജ് മെഷീൻ ഈസ് സ്മോൾ. ഇറ്റ്സ് ആൻ എക്കണോമിക്കൽ ആൻഡ് കൺവീനിയന്റ് മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് DC മെഷീൻസ്. ആൻഡ് ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ലോസ് അറിയാന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ എഫിഷ്യൻസി നമുക്ക് ഏത് ലോഡിൽ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സ്വിൻബേൺസ് ടെസ്റ്റ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയൺ ലോസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യും. അവിടെ ചെറിയ രീതിയിൽ അയൺ ലോസ് ഉണ്ടായിരിക്കും, പക്ഷെ അത് നമ്മളിവിടെ നെഗ്ലക്ട് ചെയ്യണം. ഇനി രണ്ടാമത്തത് പവർ ലോസ് ക്യാൻ വേരി വിത്ത് ടെമ്പറേച്ചർ. ആൻഡ് തേർഡ് വൺ നമുക്ക് സീരീസ് മോട്ടറിൽ നോ ലോഡിൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. In DC series motor, the Swinburne's test cannot be done to find its efficiency as it is a no-load test. ഇനി അടുത്തത് ഹോപ്കിൻസൺസ് ടെസ്റ്റ്. അപ്പോൾ അതിന് പറയുന്ന വേറൊരു പേരാണ് റീജനറേറ്റീവ് ടെസ്റ്റ്, അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, അതും അല്ലെങ്കിൽ ഹീറ്റ് റൺ ടെസ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഷൻ മെഷീൻ വേണം, ഐഡന്റിക്കൽ മെഷീൻസ് നമുക്ക് വേണം. ആൻഡ് ദേ ആർ കപ്പിൾഡ് ഇലക്ട്രിക്കലി ആൻഡ് മെക്കാനിക്കലി. ഇവിടെ ഒരു മെഷീൻ എന്ന് പറയുന്നത് മോട്ടറായിട്ടും റൺ ചെയ്യിപ്പിക്കും, ആൻഡ് അതർ മെഷീൻ എന്ന് പറയുന്നത് ജനറേറ്റർ ആയിട്ടും റൺ ചെയ്യും. അപ്പോൾ ഇവിടെ ജനറേറ്ററിലേക്ക് വേണ്ട മെക്കാനിക്കൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോട്ടറും പ്രൊവൈഡ് ചെയ്യും, ആൻഡ് മോട്ടർ എങ്ങനെയാണ് അതിലേക്കുള്ള സപ്ലൈ ജനറേറ്ററും പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഹോപ്കിൻസൺസ് ടെസ്റ്റിന്റെ ഒരു സർക്യൂട്ട് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നമുക്കൊരു MG സെറ്റ് വേണം, അതുപോലെ ഈ ജനറേറ്ററിലേക്ക് വേണ്ട മെക്കാനിക്കൽ ഇൻപുട്ട് മോട്ടർ പ്രൊവൈഡ് ചെയ്യും, ആൻഡ് മോട്ടറിലേക്ക് വേണ്ട ഇലക്ട്രിക്കൽ സപ്ലൈ എന്ന് പറയുന്നത് ജനറേറ്റർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സപ്ലൈയിൽ നിന്നെടുക്കുന്ന പവർ അവിടെ രണ്ട് മെഷീൻസിൻ്റെയും ടോട്ടൽ ലോസസിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതാണ് പറയണത് when both the machines are running on the full load, the supply input is equal to the total losses of the machine. അപ്പോൾ ഇവിടെ ഈ മെഷീൻ അല്ലെങ്കിൽ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. The power input from the supply is very small. അതായത് സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന പവർ വളരെ കുറച്ചേ എടുക്കുള്ളൂ. കോൺസ്റ്റന്റ് ലോസസ് ഓഫ് ബോത്ത് ദ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിൽ നിന്ന് ഡ്രോ ചെയ്ത പവർ മൈനസ് ആർമച്ചർ ആൻഡ് ഷൻ കോപ്പർ ലോസ് ഓഫ് ബോത്ത് ദ മെഷീൻ. ഇപ്പോൾ ടോട്ടൽ കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമച്ചർ കോപ്പർ ലോസ് ഉണ്ട്, അതുപോലെ ഫീൽഡ് കോപ്പർ ലോസ് ഉണ്ട്. അത് രണ്ട് മെഷീൻ്റെ ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് ഇൻപുട്ടിൽ നിന്ന് ഡ്രോ ചെയ്ത പവറിൽ നിന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ലോസ് കിട്ടും. അപ്പോൾ കോൺസ്റ്റന്റ് ലോസിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്ട്രേ ലോസസ്. അപ്പോൾ സ്ട്രേ ലോസ് പെർ മെഷീൻ എന്ന് പറയുന്നത് ഹാഫ് PC. അപ്പോൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് V into I armature plus ISHM minus PC/2 plus IAM square RA plus ISH square RSHM the whole square by V into IAM plus ISHM. അടുത്തത് അഡ്വാൻറ്റേജ് ഓഫ് ഹോപ്കിൻസൺസ് ടെസ്റ്റ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കലാണ്. പിന്നെ സ്ട്രേ ലോസസ് നമുക്ക് റേറ്റഡ് ലോഡ് കണ്ടീഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ലാർജ് മെഷീൻസിൽ നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിലും അവിടെ പവർ കൺസംഷൻ കുറവായിരിക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത് ലാർജ് മെഷീൻസ് ക്യാൻ ബി ടെസ്റ്റഡ് അറ്റ് റേറ്റഡ് ലോഡ് വിത്തൗട്ട് കൺസ്യൂമിങ് മച്ച് പവർ, ആൻഡ് എഫിഷ്യൻസി അറ്റ് ഡിഫറെൻറ്റ് ലോഡ് ക്യാൻ ബി ഡിറ്റർമിൻഡ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഐഡന്റിക്കൽ മെഷീൻസ് നമുക്ക് വേണം. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Hopkinson's test on DC machines is conducted at option A no load, option B part load, option C full load and option D overload. ഇപ്പോൾ ഹോപ്കിൻസൺസ് ടെസ്റ്റ് നമ്മൾ രണ്ട് ഐഡന്റിക്കൽ മെഷീൻ വെച്ചിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുക. അത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ്. ജനറേറ്ററിലേക്ക് വേണ്ട മെക്കാനിക്കൽ ഇൻപുട്ട് എന്ന് പറയുന്നത് മോട്ടോർ പ്രൊവൈഡ് ചെയ്യും ആൻഡ് മോട്ടറിലേക്കുള്ള ഇലക്ട്രിക്കൽ സപ്ലൈ ജനറേറ്ററിൽ നിന്നിട്ട് കൊടുക്കും. സോ അത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ് നമ്മളത് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫുൾ ലോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, while performing Swinburne's test, the iron losses are assumed to be option A constant, option B absent, option C variable and option D none of these. Correct answer option A constant. അടുത്ത question, Swinburne's test and Brake test. Option A both are direct method of testing. Option B direct method of testing comma indirect method of testing. Option C indirect method of testing comma direct method of testing. Option D both are indirect method of testing. Correct answer option C indirect method of testing comma direct method of testing. അതായത് സ്വിൻബേൺസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡും ആൻഡ് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ഡിഫറെന്റ് മെത്തേഡ്സ് അവൈലബിൾ ഫോർ ടെസ്റ്റിംഗ് ഓഫ് DC motors, Swinburne's test and Hopkinson's test are commonly used in practice on option A shunt generators, option B series motors, option C shunt motors, and option D all of these. Correct answer option A shunt generators. അടുത്ത question, Swinburne's test can be performed at option A any load, option B only no load, option C only full load and option D only half load. Correct answer option B only no load. അടുത്ത question, the test which can be performed on the DC series motor is option A brake test, option B Hopkinson's test, option C Swinburne's test and option D field test. Correct answer is option D field test. ഇവിടെ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സിമിലർ DC സീരീസ് മോട്ടർ എടുക്കും, എന്നിട്ട് അതിന്റെ ഫീൽഡ് വൈൻഡിങ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇത് കണ്ടക്ട് ചെയ്യുന്നത് ലോസസും എഫിഷ്യൻസിയും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിൽ ഒരു മെഷീൻ നമ്മൾ മോട്ടറായിട്ടും വർക്ക് ചെയ്യിപ്പിക്കും ആൻഡ് രണ്ടാമത്തെ മെഷീൻ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. അവിടെ എന്താ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഫ്രം ദ ജനറേറ്റർ ഇസ് പാസ്ഡ് ത്രൂ ദ വേരിയബിൾ ലോഡ് റെസിസ്റ്റൻസ് ആർ ആൻഡ് ഡിസിപ്പേറ്റഡ് ആസ് ഹീറ്റ്. അപ്പോൾ ഈ ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് നമ്മൾ റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്തിട്ട് അത് ഹീറ്റ് ആയിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കളയും. അടുത്ത question, for performing Hopkinson's test, two identical machines are required which are mechanically coupled. The iron losses in the two machines, option A can be obtained separately, option B cannot be separated, option C both A and B and option D none of these. It cannot be separated. Correct answer is option B. അടുത്ത question, what will happen if field current of generator in Hopkinson's test is increased? Option A current through motor armature will increase, option B current through motor armature will decrease, option C current through motor armature will remain constant, and option D motor armature current cannot be determined. The correct answer is the option A current through motor armature will increase. அடுத்த question, in Hopkinson's test, two machines are connected in dash option A series, option B parallel,
Option C, can be connected in series or parallel. And option D, two machines are not required. Hopkinson's ടെസ്റ്റിൽ നമ്മൾ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ കപ്പിൾ ചെയ്തേക്കാം. സോ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. In regenerative braking, the supply is given to the motor. Option A, to account for losses. Option B, to drive generator. Option C, both A and B. And option D, none of these. Correct answer is option A, to account for losses. Thank you friends. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം.